ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അത് ഇരട്ടിയായിട്ട് കൊടുത്തു എന്നാ വചനം പറയണേ. അതുപോലെ പ്രിയപ്പെട്ടവര്, നമ്മളും നമ്മുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, നാനാജാതി മതസ്ഥർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന നഷ്ടപ്പെട്ട ഐശ്വര്യം കർത്താവ് തിരികെ തരും. അത് ഇരട്ടിയായിട്ട് തരും. കുടുംബസമാധാനം നിറയ്ക്കും. നമ്മുടെ കുടുംബത്തിലുള്ള ആവശ്യങ്ങൾ ദൈവം ഏറ്റെടുക്കും. കർത്താവ് നമ്മോട് കരുണ കാണിക്കും. അതുകൊണ്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും രക്ഷ പ്രാപിക്കണം. എത്രയോ പേര് ആത്മഹത്യ ചിന്തയുമായിട്ട് നടക്കുന്നു. എത്രയോ പേര് ഡിപ്രഷൻ മൈൻഡുമായിട്ട് നടക്കുന്നു. എത്രയോ പേര് സമാധാനമില്ലാതെ അസ്വസ്ഥരായി തകർന്ന കുടുംബങ്ങളുമായിട്ട് ജീവിക്കുന്നു. മക്കളെക്കുറിച്ചുള്ള വേദനയും തോരാത്ത കണ്ണീരുമായിട്ടൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഐശ്വര്യം തിരികെ കൊണ്ടുവരും. അത് ഇരട്ടിയായിട്ട് തരുമെന്ന കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത്. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.